2019 ഇസ്രയേലി ചാര സോഫ്റ്റ്വെയറായ പെഗാസസുമായി ബന്ധപ്പെട്ട ഫോൺ ചോർത്തൽ വിവാദം സൈബർ ഇടങ്ങളിൽ കത്തിപ്പടർന്നത്. ഇപ്പോഴിതാ പെഗാസസിന്റെ ഇരകളായ രാജ്യങ്ങളിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണെന്ന കോടതി രേഖകളാണ് പുറത്തുവരുന്നത്. 2019 പെഗാസസിന്റെ ഇരകളാക്കപ്പെട്ട 1223 പേരിൽ 100 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. പെഗാസസ് നിർമ്മാതാക്കളായ NSO ഗ്രൂപ്പിനെതിരെ വാട്സ്ആപ്പ് US കോടതിയിൽ നൽകിയ രേഖയിലാണ് രാജ്യം തിരിച്ചുള്ള ഇരകളുടെ എണ്ണം വ്യക്തമാക്കിയത്. ഏപ്രിൽ 4 ഇത് പുറത്തു വന്നത്. 2019 ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ 51 വ്യത്യസ്ത രാജ്യങ്ങളിലായി 1223 പേരെയാണ് പെഗാസസ് ലക്ഷ്യമിട്ടതെന്ന് വാട്സ്ആപ്പ് സമർപ്പിച്ച രേഖകളിൽ പറയുന്നു. മെക്സിക്കോയിൽ നിന്നുള്ളവരെയാണ് ഇത് ഏറ്റവുമധികം ലക്ഷ്യമിട്ടത്. 456 പേരാണ് ഇവിടെ ഇരയാക്കപ്പെട്ടത്. രണ്ടാമതുള്ള ഇന്ത്യയിൽ 100 പേർ പെഗാസസ് ഉപയോഗിച്ചുള്ള രഹസ്യ നിരീക്ഷണത്തിന് വിധേയരായി. കണക്ക് പ്രകാരം ബഹ്റൈനിൽ നിന്നും 82 പേർ, മൊറോക്കോയിലെ 69 പേർ, പാകിസ്ഥാനിലെ 58 പേർ, ഇന്തോനേഷ്യയിലെ 54 പേർ, ഇസ്രായേലിൽ നിന്നുള്ള 51 പേർ, സ്പെയിനിലെ 21 പേർ, നെതർലൻഡ്സിലെ 11 പേർ, ഹംഗറിയിലെ 8 പേർ, ഫ്രാൻസിൽ നിന്ന് 7ഉം UK-യിൽ 2ഉം US-ൽ നിന്നുള്ള ഒരാളുമാണ് ലിസ്റ്റിലുള്ളത്. പെഗാസസ് ചാര സോഫ്റ്റ്വെയർ വാട്സ്ആപ്പ് വഴി പ്രചരിപ്പിച്ച് സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, അഭിഭാഷകർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയ 1400ഓളം പേരെ രഹസ്യമായി നിരീക്ഷിച്ചെന്നായിരുന്നു ആരോപണം. തുടർന്ന് പെഗാസസ് നിർമ്മാതാക്കളായ ഇസ്രയേലിലെ NSO ഗ്രൂപ്പിന്റെ പേരിൽ വാട്സ്ആപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റ പരാതി നൽകി. കേസിൽ ആപ്പിൾ, ആമസോൺ തുടങ്ങിയ കമ്പനികൾ പിന്തുണയും നൽകിയിരുന്നു. 2020 തന്നെ പെഗാസസ് ഉപയോഗിച്ച് വാട്സ്ആപ്പ് ഹാക്ക് ചെയ്തതിന് NSO ഗ്രൂപ്പിനെതിരായ തെളിവുകൾ മെറ്റ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 5 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2024 NSO ഗ്രൂപ്പിനെതിരായി US ജില്ലാ കോടതി വിധി പുറപ്പെടുവിച്ചുവെങ്കിലും മെറ്റയ്ക്ക് NSO എത്ര നഷ്ടപരിഹാരം നൽകണമെന്ന കാര്യത്തിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. എന്നാൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും നിയമനിർവഹണ ഏജൻസികൾക്കും മാത്രമാണ് പെഗാസസ് സോഫ്റ്റ്വെയർ വിൽക്കാറുള്ളതെന്നാണ് NSOയുടെ വാദം. ഇതോടെ പെഗാസസ് ഉപയോഗപ്പെടുത്തിയത് സർക്കാരുകളാണെന്ന ആരോപണവും ശക്തമായിരുന്നു. ഇന്ത്യൻ സർക്കാരിനെതിരെയും ആരോപണമുയർന്നു. ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 2021 സുപ്രീം കോടതി സാങ്കേതിക വിദഗ്ധരുടെ കമ്മിറ്റിയും രൂപീകരിച്ചു. എന്നാൽ സർക്കാരിനെതിരെ തെളിവുകൾ ഇല്ലെന്നാണ് 2002 കമ്മിറ്റി റിപ്പോർട്ട് നൽകിയത്. അതേസമയം കേന്ദ്ര സർക്കാർ അന്വേഷണവുമായി സഹകരിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. 2021 300-ലേറെ ഇന്ത്യൻ മൊബൈൽ നമ്പറുകൾ പെഗാസസ് ആക്രമണത്തിനിരയായെന്ന് കണ്ടെത്തിയിരുന്നു. നരേന്ദ്രമോദി സർക്കാരിലെ 2 മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും വ്യവസായികളും അതിൽപ്പെട്ടിരുന്നു. സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് വാട്സ്ആപ്പിനെ സഹായിച്ച ടൊറന്റോ സർവകലാശാലയിലെ സിറ്റിസൺ ലാബ് വിവരിക്കുന്നതനുസരിച്ച് ഇസ്രായേൽ ആസ്ഥാനമായുള്ള NSO ഗ്രൂപ്പിന്റെ പ്രധാന സ്പൈവെയർ ആണ് പെഗാസസ്. ആൻഡ്രോയിഡ്, iOS ഉപകരണങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള കഴിവ് പെഗാസസിനുണ്ടെന്നും വിവരങ്ങൾ ചോർത്തിക്കഴിഞ്ഞാൽ സ്വയം ഇല്ലാതാകാനുള്ള ശേഷിയുമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഉപയോക്താവ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ പോലും സ്മാർട്ട് ഫോണുകളെ ബാധിക്കാൻ ശേഷിയുണ്ടെന്നതാണ് പെഗാസസിന്റെ പ്രത്യേകത. വാട്സ്ആപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു വാട്സ്ആപ്പ് മിസ് കോൾ മതി പെഗാസസ് സ്പൈവെയറിന് ഡിവൈസിലേക്ക് നുഴഞ്ഞു കയറാൻ. ഇതുകൂടാതെ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്യിപ്പിച്ചാണ് പെഗാസസ് പണി തുടങ്ങുക. ഡിവൈസിലെ പാസ്വേഡുകൾ, കോണ്ടാക്റ്റുകൾ, സന്ദേശങ്ങൾ, കലണ്ടർ വിശദാംശങ്ങൾ, മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നടത്തിയ വോയിസ് കോളുകൾ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ പെഗാസസിന് മോഷ്ടിക്കാൻ കഴിയും. മാത്രമല്ല ഫോണിന്റെ ക്യാമറയും മൈക്രോഫോണും ഉപയോഗിച്ച് സ്നൂപ്പ് ചെയ്യാനും ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് GPS ഉപയോഗിക്കാനും പെഗാസസിന് ശേഷിയുണ്ട്. 2016 മുതൽ നിലവിലുള്ള പെഗാസസ് മുൻപും ഇന്ത്യക്കാരെ ലക്ഷ്യമിടാൻ ഉപയോഗിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.